പേൻ നോക്കുക. കീഴിറങ്ങ മുത്തം തര. നല്ല തമ്പി, നല്ല തമ്പി. ആദ്യം മുന്നിൽ ഓടിയിട്ടുണ്ട്, അതിന് കിട്ടൂല ഇപ്പൊ വീഡിയോ എടുക്കാൻ. കുട്ടികളെ കണ്ടു കഴിഞ്ഞാല് ആള് മുന്നിൽ നല്ല കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അതാ ആദ്യം എത്ര മണിക്ക് എണീറ്റ്? 6 മണിക്ക്. എങ്ങനെയുണ്ട് ആദ്യ യാത്ര? അടിപൊളി. ഇതെവിടെ സ്ഥലം എന്ന് പറഞ്ഞു കൊടുക്ക്. ഇത് വൈൽഡ് പ്ലാനറ്റ്സ് ജംഗിൾ റിസോർട്ട് നീലഗിരി ദേവാല. നമ്മൾ സ്ഥലത്തെ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഇനി മുകളിൽ ഭയങ്കരമായ ഭക്ഷണം ഉണ്ട് എന്നാണ് പറഞ്ഞ് പോയി നോക്കട്ടെ. ഇവിടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ 3 മണി വരെയാണ് ഭക്ഷണം. 4 മണി വരെ കഴിച്ചാലും തീരാത്ത അത്ര ഭക്ഷണം ഉണ്ട്. കേക്ക് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, വെജ് ഉണ്ട്, സൂപ്പ് ഉണ്ട്, എന്ത് വേണേലും കഴിക്കാം. ഒരു യുദ്ധക്കളമായിട്ട് കണ്ടിട്ട് പോയി അറ്റാക്ക്. ആദ്യം തന്നെ ഒരാൾ കേക്ക് എടുത്ത് കഴിക്കുന്നുണ്ട്. കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം അല്ല, കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം പോവില്ല. അതിന്റെ ഫേവറേറ്റ് നൂഡിൽസ്. എന്ത് നൂഡിൽസ് ആദ്യം ഇത്രയും ഭക്ഷണം കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? എന്തെങ്കിലും ഒരു സാധനം ആണെങ്കിൽ അത് മാത്രം കഴിച്ചാൽ മതി. രസം, സാമ്പാർ, ഡ്രൈ ചിക്കൻ, ഡ്രൈ. എവിടെ മട്ടൺ? എവിടെ? മട്ടൺ കറിയാ. അത് എന്തൊക്കെയാ എടുത്തേ? മട്ടൺ, പിന്നെ കോണ്, മീന്, നൂഡിൽസ്, റൈസ്, ടൊമാറ്റോ. അപ്പതാ ഞങ്ങൾ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി കളിക്കാൻ എന്തൊക്കെയൊക്കെയോ കുറെ സാധനങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞ്. പൂളിച്ചാടാണ്ട്, മീൻ പിടിക്കാണ്ട്. അപ്പൊ എല്ലാം കാണിച്ചു തരാം. അതിനു മുന്നേ നമ്മൾ താമസിക്കാൻ പോകുന്ന വുഡൻ കോട്ടേജ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന വുഡൻ കോട്ടേജ്. ഞാൻ തുറക്കും, ഞാൻ ഉദ്ഘാടനം ചെയ്യും. ഞാൻ തുറക്കട്ടെ. എങ്ങനെയുണ്ട്? നല്ല രസല്ലേ? അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലക്ഷറി റൂമിൽ താമസിക്കുന്നത്. ഞാൻ മാത്രല്ല, അച്ഛനും അമ്മയും. ഇത് നമ്മുടെ പിന്നെ ലിതിയേട്ടന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷാജി പോയിൽക്കാവ്. ആ ഷാജിയേട്ടനാണ് ഈ റൂം മൊത്തം ഉണ്ടാക്കിയത്. നമ്മള് അല്ല, ഇത് മരമല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ വുഡാണല്ലോ വിചാരിക്കുക. എല്ലാം സിമെന്റ് കൊണ്ടുള്ള വർക്കാ. എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ലൈറ്റിംഗ് ആണ്. നല്ല വാം ലൈറ്റുകൾ. ഇത് ഈ റൂമിൽ കട്ടിലിന്റെ അടിയിൽ വരെ ലൈറ്റ് ഉണ്ട്. പ്രിയ സുഹൃത്ത് ഷാജി പൊൽക്കാവ് ചെയ്ത വർക്കാണ്. എന്തായാലും വളരെയധികം ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഷാജിയേട്ടനെ ഈ ഒരു റൂം സജസ്റ്റ് ചെയ്ത് തന്നെ വളരെയധികം സന്തോഷം. ഇപ്പൊ ആദ്യമുണ്ട്, ആദ്യമൊക്കെ ഭയങ്കര ഹാപ്പിയിലാണുള്ളത്. ഇവിടെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഇത് തൊടുമ്പോൾ തന്നെ എന്തൊക്കെ തണുപ്പാന്നറിയാം. ഇത് കുറെ കൂടെ ഒക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് മടുത്തുപോയി. ഭക്ഷണം ഒരു രക്ഷയില്ല. ഇനിയിപ്പോ പിന്നെ രാത്രിയത്തെ ഭക്ഷണം അതിഗംഭീരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ജാനുവരി പറഞ്ഞ മാതിരി രാത്രിയിലും അപാര ഭക്ഷണം കേട്ടോ. പുഡിങ്, കേക്ക്, ഫ്രൈഡ് റൈസ്, അങ്ങനെ എന്തൊക്കെയോ സാധനം ഉണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്യാമ്പ് ഫയറിന് പോയി. അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്ത് നേരെ റൂമിലെത്തി. അവിടെ നിന്ന് ഒരുപാട് നേരം സംസാരിച്ചിരുന്ന് പിന്നെ അവരവരുടെ റൂമിലേക്ക് പോയി. രാവിലെ 7 മണിക്കാണ് ഇവിടുത്തെ ട്രെക്കിങ്. അപ്പൊ നമ്മളൊരു 6 മണിക്കെങ്കിലും എണീക്കണം. 6 മണിക്കോ? ട്രെക്കിങ്ങിന് പോവാ. നേരെ വെളുത്ത് ഞങ്ങൾ ട്രെക്കിങ്ങിന് പോവാണ്. ട്രെക്കിങ്ങിന് കൊണ്ടുപോകാനുള്ള വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു തേയിലത്തോട്ടത്തിന്റെ കുന്ന് കയറി ഒന്ന് ഇറങ്ങി പിന്നെയും കയറണം എന്ന് പറഞ്ഞത്. കുറച്ച് നടക്കാണ്ട്. വീട്ടിലാണെങ്കിൽ ഉറങ്ങുന്ന സമയം. അപ്പൊ വീട്ടിലാണ് കേട്ടൊന്നും ഉറങ്ങണ്ടോ. 10 മണിക്ക് വിളിച്ചാൽ എണീക്കാത്ത ആളാ. ഇന്ന് രാവിലെ 6 മണിക്ക് എണീറ്റ് പോണ പോക്ക്. ബൂട്ടായോണ്ട് ഇറങ്ങൂല. അതല്ലേ നേരത്തെ ഇവിടെ ഇരുന്നേ. ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആണോ? ഓടി. ഇതെന്തിനാ നമ്മളെ നടത്തിച്ചേ? ഇന്നലെ കുറെ ഫുഡ് കഴിച്ചില്ലേ രാത്രി, അത് ദഹിക്കണം. ഞാൻ പോകുമ്പോ 21 കിലോയേ ഉള്ളൂ. പിന്നെ ആടെ ഒന്ന് വെയിറ്റ് നോക്കുമ്പോ 23 കിലോ. കണ്ടോ, 2 കിലോ കഴിച്ചു. 2 കിലോ ഭക്ഷണം. അവരോട് പറയണ്ട കേട്ടോ. ഊർജ്ജസ്വലരായി വന്ന ആൾക്കാർ വടിയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. വന്യമൃഗങ്ങളിൽ ശരി. അല്ലാതെ അങ്ങനെ എടുത്താ അല്ലേ? ബൂസ്റ്റ് എടുക്കട്ടെ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാ അങ്ങനെ ഞങ്ങൾ 2 കിലോമീറ്റർ നടന്ന് താഴെത്തി. അങ്ങനെ ഞങ്ങളെ രാവിലത്തെ നടത്തൊക്കെ കഴിഞ്ഞ് കുന്നും മലയൊക്കെ കയറി ഇറങ്ങി 8:30 ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ 100-ൽ 100. ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ പോയത് പൂളിലേക്കാണ്. പൂളെന്ന് പറഞ്ഞാൽ അടിപൊളി. പിന്നെ പോയത് നേരെ ടർഫിലോട്ടാ. ഫുട്ബോൾ കളിക്കാന്, ക്രിക്കറ്റ് കളിക്കാന്, പിന്നെ കിഡ്സിന്റെ സ്വന്തമായിട്ടൊരു പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ വലിയ ആൾക്കാർക്ക് മാത്രം ഒരു ഷൂട്ടിങ്.
പിന്നെ എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ലുഡോ, ക്യാരംസ്, സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് എല്ലാം ഉണ്ട്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി പോവാണ്. എനിക്ക് ഈ റിസോർട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഈ കാടിൻ്റെ നടുക്കായുണ്ട് കേട്ടോ. 100 ഏക്കർ കാടാ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട് ആ ഒരു വലിയ ബ്രിഡ്ജാ. അതിൻ്റെ താഴത്തോട്ട് നോക്കിയാൽ പേടിയാവും. ഇങ്ങനെ ഇങ്ങനെ വീഴാൻ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.